പിന്നെ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തിട്ടില്ല. രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു എത്ര നേരം സംസാരിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോടുള്ള പ്രതികരണം പറയട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ പറയുന്നതിന് ഞാൻ ഇപ്പൊ തന്നെ വാ നമുക്ക് ലൈവ് ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽ പറയാം, എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. അപ്പോ പിന്നെ അത് നിങ്ങൾ ഒരുപാട് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനുവേണ്ടി ഒഴിഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഒക്കെ ഒരു ഒഴിവിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഏത് വീഡിയോ കണ്ടാലും അതിലൊരു നുണ ഉണ്ടാവും. മീൻസ് അതെ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാ ഒരു സീരീസ് ആയിട്ട് തന്നെ വിടുന്നുണ്ട്. അത് ഒരു 10-20 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് പോവാത്ത വീഡിയോസ് ആയിട്ട് ഇടാൻ കാരണം ഒരുപാട് ആളുകളെ പിന്നെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ നിങ്ങളുമായിട്ടുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് ഇതിന് ശേഷം ആദ്യം ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ഇട്ടു. അപ്പൊ ഇത്ര അതെ. അപ്പൊ അതിനുശേഷം നിങ്ങളുടെ അതുപോലെ തന്നെ ആരിഫിന്റെ ഒക്കെ ഒരുപാട് പിന്നെ ഓഡിയൻസ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ടും അതിന്റെ അനലിറ്റിക്സ് കണ്ടുകൊണ്ടും തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ വെറുതെ ഒരുപാട് ചെയ്യാന്നുള്ളതിനപ്പുറത്ത് ആ അനലിറ്റിക്സ് നോക്കിയിട്ടും ഫീഡ്ബാക്ക് അനുസരിച്ചും തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ നിങ്ങളുടെ ഒരുപാട് ഓഡിയൻസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് നമ്മളടുത്ത് വരാറുണ്ട്. ഇത് എന്റെ ഓഡിയൻസ്, ഒരു മിനിറ്റ്, നിങ്ങളുടെ ഓഡിയൻസ് എന്റെ ഓഡിയൻസ് എന്നല്ല, ഈ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരെന്നാണ് അർത്ഥമാക്കേണ്ടത്. അതെ നടക്കട്ടെ, അതാണ് വേണ്ടത്. പക്ഷെ ഇതുവരേക്കും പിന്നെ ഈ രൂപത്തിൽ നിങ്ങളുടേത് മാത്രം കേട്ട കുറെ ആളുകൾ വിചാരിച്ചെന്താ ചോദിച്ചാൽ ഞങ്ങള് വെറുതെ പറയാണ് ഞങ്ങള് പിന്നെ കാര്യങ്ങൾ നേരിട്ട് കാണിച്ചുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച നിങ്ങളുടെ ഒരു കാരണം വെച്ചാല് മിക്കവാറും മുസ്ലിങ്ങളുണ്ട്, അല്ലാത്ത പിന്നെ മുസ്ലിങ്ങൾ അല്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ തീരുമാനിച്ചത് കുറച്ച് പിന്നെ സീരീസ് ആയി തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ. അതിലിപ്പോ ഇന്നലെ 7 നുണകളായി. ഇനി ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കുറച്ച്. ഞാനൊന്ന് പറയാം, നിങ്ങൾ ഇനി ഒരു 10-20 എണ്ണം കൂടി ചെയ്യോ, 50 100 ചെയ്യേ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് നിങ്ങളോട് സംസാരിക്കാനാണ് വിളിച്ചതേ. സംസാരിക്കാം. ഞാൻ എന്തുകൊണ്ട് ഇതെന്ന് പറയട്ടെ. അപ്പോ ഈ രൂപത്തിൽ നിങ്ങളുടെ നുണകൾ ഒരുപാടുണ്ട്. ആ നുണകൾ ആളുകളുടെ മുമ്പിൽ തുറന്ന് കാട്ടുക എന്നുള്ളത് കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പം ഈ 7 എണ്ണം എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞ നുണകളുണ്ടല്ലോ, ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന നുണകള്, അതിലത്തെ ഒരു നുണ നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ മാത്രല്ല ജനങ്ങളെ ഞാൻ ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പറഞ്ഞു പോവല്ലേ. അതാ ഞാൻ പറഞ്ഞത്. ലിയാഖത്ത് എന്നോട് ഫോണിൽ നുണ പറഞ്ഞിരുന്നെങ്കിൽ ഫോണിൽ ഞാൻ ബോധ്യപ്പെടുത്തുമായിരുന്നു. ആളുകളോടാണ് താങ്കൾ നുണ പറഞ്ഞത്. ആളുകളോട് ഞാൻ പറഞ്ഞ ഒരു നുണ എന്താണ് എന്ന് ബാസിൽ പറയൂ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോക്കാം. ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനേ. ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറയാൻ വയ്യ. പിന്നെ താങ്കൾ അതായത് ഞാൻ നുണ പറഞ്ഞു എന്ന് താങ്കൾക്ക് ആരോപണമുണ്ട്. അല്ലല്ല, ഞാൻ നാട്ടുകാരോട് പറയുള്ളൂ, എന്നോട് പറയാൻ വയ്യ. ഇനി നിങ്ങൾ നുണ പറഞ്ഞു എന്ന് എനിക്ക് ആരോപണമുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് നേരിട്ട് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. എന്താ അറിയോ ലിയാക്ക, ഇത് എന്ന് വെച്ചാല് പിന്നെ നിങ്ങൾ പഠിച്ച ആ ഒരു വളവ് പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാനെന്ന്. അതെനിക്കറിയാം. ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ച വളവ് എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് കാരണം കോട്ടി മാറ്റാനും ആളുകളെ കബളിപ്പിക്കാനും എത്ര നേരം നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു മിനിറ്റ് എന്നെ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഇത് ശരിയല്ലല്ലോ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ എന്തെങ്കിലും ഫോൺ റെക്കോർഡ് വേണം, എന്നിട്ട് അതും ഇതും പറഞ്ഞ് കുറച്ച് വരുമാനം ഉണ്ടാവും. നമ്മൾ എന്തിനാ ഫോൺ റെക്കോർഡ്? നമ്മളൊരു കാര്യം അങ്ങോട്ടും കൂടെ സംസാരിക്കില്ല. നിങ്ങളാണ് ഇത്ര നേരം സംസാരിച്ചത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. എന്റെയോ താങ്കളുടെ പിന്നെ വീട്ടിലാരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും അനാവശ്യം പറയുകയൊക്കെ ചെയ്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഞാൻ തീരുമാനമാക്കുമായിരുന്നു. ഇത് പബ്ലിക് ആയിട്ട് താങ്കൾ പറഞ്ഞ നുണകളാണ്. അപ്പൊ നമ്മൾ പബ്ലിക് ആയിട്ട് തീരുമാനമാക്കാം. പബ്ലിക്കായിട്ട് വെയിറ്റ് ചെയ്യ്. നമുക്ക് നേരിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. അതൊന്നും അതൊക്കെ ഇരിക്കേണ്ടി വരും. അതൊക്കെ ഇരിക്കേണ്ടി വരും. അത് ഒരു ഡിബേറ്റ് ടോപ്പിക്കിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതൊന്നും ഒഴിഞ്ഞു മാറാൻ നമ്മൾ ഈ നുണകളുടെ കാര്യത്തിൽ തീരുമാനമാക്കണല്ലോ. ആരാ നുണ പറയണമെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ?
ആ നാട്ടുകാർക്ക് ഇപ്പൊ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഇന്നത് മനസ്സിലാക്കി തരും. ഞാൻ പറഞ്ഞൊരു നോണ അതാ പറഞ്ഞത്. സ്വന്തം വീട്ടിലുള്ള ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ ഫോണിൽ വീട്ടിലുള്ളതിനേക്കാളും മേലെയല്ലേ നിങ്ങൾക്ക്? വീട്ടിലുള്ളവരെ കുറിച്ച് പറയുന്നേക്കാളും വലിയതായിട്ടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അതാണ് പറഞ്ഞത്. അത് പൊതുമധ്യത്തിൽ കാണിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ സംസാരിച്ചു. ചെയ്യാനുണ്ടായ കാരണം സാഹചര്യം ഒക്കെ വിശദീകരിച്ചു. ഫോണിൽ സംസാരിക്കാൻ കഴിയില്ല. അതാണ് പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. പൊതുമധ്യത്തിൽ അത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ എന്നാണ് അതിനൊരു ഡേറ്റ് തീരുമാനമാവുക? ഏകദേശം എന്ത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നോണ സീരീസ് ഉണ്ടല്ലോ, നിങ്ങൾ നമുക്ക് നേരിട്ടിരുന്ന് ഇരുപക്ഷത്തും ആൾക്കാർ നേരിട്ടിരുന്ന് തെളിവുകൾ നിരത്തി ആരാണ് നോണ പറയുന്നതെന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു സമയം. അതാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ നുണകള് എണ്ണി തീർന്നിട്ട് തന്നെ ഇല്ല. അത് മൊത്തം പുറത്തു വരാൻ ഒരുപാട് എത്ര എണ്ണി? ഇന്നലെ വരെ 7 നുണ. അപ്പൊ ഇതിൽ ഞാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ നുണകൾക്ക് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ, ഒരു 5 എണ്ണോ 3 എണ്ണോ 4 എണ്ണോ എത്ര ഉള്ളെങ്കിൽ അത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പരിശോധിക്കുന്നുണ്ടല്ലോ. എവിടെ? നിങ്ങൾ അടച്ചിട്ട മുറിയിൽ നിന്ന് നിങ്ങൾ പറയുന്ന നുണകളെ കുറിച്ചല്ല. നിങ്ങൾ പിന്നെ തുറന്നിട്ട മുറിയിലാണ് ഒരിക്കലും? ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കുകയാണ്. എല്ലാരും യൂട്യൂബിൽ ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കുകയാണ്. നിങ്ങളില്ലേ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങളെ നേരിട്ട് വിളിക്കുന്നു. നിങ്ങൾക്ക് അതിന് മറുപടി ഉണ്ടോ? പറയൂ. ആളുകൾ മൊത്തം കാണുന്ന കാര്യത്തിന് അടച്ചിട്ട അടിച്ചിട്ടാലും ആളുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ബാസിലെ നിങ്ങൾ അക്ഷമനാണ്. സംസാരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സന്ദർഭ സാഹചര്യം ഫോൺ റെക്കോർഡ് സ്വാഭാവികമാണ്. കാരണം ഉടായ്പ കാണിക്കുന്നവർ അങ്ങനെ തന്നെ തുറന്നു കാണിക്കും. റെക്കോർഡിംഗ് ഉണ്ടായിക്കോളി. ഈ റെക്കോർഡിംഗ് നിങ്ങൾ എടുത്തോളി, കുഴപ്പമില്ല. എനിക്ക് വേണ്ട. നിങ്ങൾ പബ്ലിഷ് ചെയ്യേ. നിങ്ങൾ എന്തെങ്കിലും അല്ല, ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. ഞാൻ അയച്ചുതരാം. എന്തിന് ഞാൻ സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഞാൻ സാഹചര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ് ലിയാഖത്ത്, ഞാൻ യൂട്യൂബ് വരുമാനം എടുക്കാത്ത ഒരാളാണ്. നിങ്ങൾ അതുകൊണ്ട് അതിപ്പോ നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം ഒന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം? എന്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ 100 കണക്കിന് ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം? ഞങ്ങളെല്ലാരും ഞങ്ങളുടെ പണം കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ പണം തന്നെയല്ലേ. അത് വിട്. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു കാര്യം നിങ്ങളൊരു കാര്യം സംസാരിച്ചു. വരുമാന മാർഗമാണ് നിങ്ങൾക്ക്. ഇതൊരു വരുമാനം. നിങ്ങൾ എന്നെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞ ഒരു കാര്യത്തിന് നിങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് മറുപടി തരുമല്ലോ. പേഴ്സണൽ ആയിട്ട് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന് അല്ല പറയൂലേ? നിങ്ങൾ പറയൂലേ? ഞാൻ ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു വീട്ടിലിരിക്കുന്ന ആൾക്കാര് വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഫോണിൽ പറയുമായിരുന്നു എന്ന്. സ്വകാര്യ കാര്യമാണ്. എന്റെ സ്വകാര്യ കാര്യമാണ്. എനിക്ക് വേറെ പണിയും തൊഴിലൊന്നുമില്ല. നമ്മൾ ഇത് തന്നെ വരുമാന മാർഗമാക്കിയിട്ട് ഉപജീവനം നടത്തുന്നവരാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അല്ല, വേറെ പണിയും തൊഴിലില്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊരു വരുമാന മാർഗമാണ്. ഇത് നമ്മുടെ ഉപജീവന മാർഗമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പൈസ കിട്ടുന്നുണ്ടോ? പൈസ കിട്ടാന്നാണോ ഞാൻ ചോദിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപജീവന മാർഗം നിങ്ങൾ പറഞ്ഞോ? പൈസ കിട്ടുന്ന പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് തൊഴിലാ ചെയ്യണം നിങ്ങൾക്ക് അറിയോ? അല്ല, ഞാൻ എന്ത് തൊഴിലാ? നിങ്ങളിപ്പോ ഒരു ദന്ത ഡോക്ടറാണെന്ന് എനിക്കറിയാം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഉപജീവന മാർഗം എന്ന് വെച്ചാൽ എന്താ? ഉപജീവന മാർഗം നിങ്ങൾ പറയും. ഭക്ഷണം കഴിക്കാനും അവനവന്റെ ദൈനംദിന ചെലവിനും വേണ്ടി സമ്പാദിക്കുന്ന പൈസ ഞാൻ അതിന് ഉപയോഗിക്കുന്നില്ല. എന്റെ ഉപജീവനം യൂട്യൂബ് കൊണ്ട് നടക്കുന്ന സാധനമല്ല. താങ്കൾ ഇരുന്ന് പണം എടുക്കുന്നത് ഞാൻ പറയുന്നത് ഇത് ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത നിങ്ങൾ വെറുതെ നമുക്ക് തീരുമാനിക്കാന്നേ. ഇതാണ് തീരുമാനാക്കാം. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അതിലെന്താ പ്രശ്നം? ഇല്ല, പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കണ്ടന്റ് അല്ല, അത് മോശം കാര്യം വേണ്ടിയാണ് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം. അത് മോശം കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയുള്ള ആളുകൾക്ക് കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടന്റ് ഒക്കെ ഒഴിവാക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം എടുക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. ഞാൻ വേറൊരു റിയാലിറ്റിയാണ്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലാതും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് തന്നെ ജീവിതമാർഗം നിങ്ങൾ പറഞ്ഞതിന് തെളിവ് എന്റെ അടുത്തുണ്ട്. നമുക്ക് പുറത്തുവിടാം. ഓക്കെ. പണിയില്ലാത്തവരുണ്ട്. ഇത് മാത്രം. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് പണി ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കറിയില്ല. നിങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങൾ വരുമാനം എടുക്കണ്ടല്ലോ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുള്ളൂ. അതിനു വേണ്ടി കണ്ടന്റ് താങ്കൾക്ക് വേണം. അതിനു വേണ്ടിയല്ല കണ്ടന്റ് വേണ്ടത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾ സീരീസ് തുടങ്ങാനുള്ള സാഹചര്യം ഇനി നിങ്ങൾ എന്നെ 2 മിനിറ്റ് സംസാരിക്കാൻ അനുവദിക്കുമോ?
ഇല്ല, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക്. ഇത്ര അത് നേരം മൊത്തം ഇങ്ങോട്ട് കേട്ടു. പറയും. ഇത്ര ഇല്ലില്ല നേരം ഞാൻ നിങ്ങളെ ഇല്ലില്ല ഇല്ലില്ല. കേൾക്കായിരുന്നു. ഏകദേശം 15 മിനിറ്റായി. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ ഒരു ഒറ്റ മിനിറ്റ് ഈ വരുമാനത്തിന്റെ കാര്യത്തിൽ ഞാൻ ഈ വരുമാനം ക്ലാരിഫൈ അവിടെ ചെയ്യട്ടെ. നിൽക്കട്ടെ. ആ ഒരു വരുമാനത്തിന്റെ മിനിറ്റ്, കേസ് ഒറ്റ പറഞ്ഞു. മിനിറ്റ്. ഓക്കെ ഓക്കെ, അത് നിങ്ങൾ നിങ്ങളും പറഞ്ഞു, പറഞ്ഞോളൂ. ഞാനും പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ അതല്ല പറഞ്ഞോളൂ. പ്രധാനപ്പെട്ട വിഷയം. അത് നിങ്ങൾ വെച്ചിട്ടൊന്നും പറഞ്ഞോളൂ. നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ പറഞ്ഞോളൂ. പ്രതിരോധിക്കാൻ ഓക്കെ കഴിയില്ല. ഓക്കെ, ഒരു മിനിറ്റ് യൂട്യൂബ് ലിയാഖത്ത്. വരുമാനം മാത്രമല്ല, ഒരു ഞാൻ മിനിറ്റ് ഡൊണേഷൻസും ഒരു മിനിറ്റ് സ്വീകരിക്കും. ഒരു മിനിറ്റ് അതിലെന്താ ലിയാഖത്ത്. പ്രശ്നം? ഒരു മിനിറ്റ് ലിയാഖത്ത്. ആ ഞാൻ ആ പറഞ്ഞ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ആ എന്നിട്ട് താങ്കൾ പറഞ്ഞു 2 മണിക്കൂർ. ഉം. അപ്പൊ എനിവേ ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് വരുമാനം എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ മോശമാണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല. ഞാനത് എടുക്കുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, അത് നല്ല താങ്കൾ കാര്യം. ഒരു നിങ്ങൾക്ക് അതിന്റെ ഒറ്റ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. മിനിറ്റ്. പിന്നെ ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അത് എല്ലാവർക്കും ഹറാമായിരിക്കാം ഞങ്ങളുടേതായ ചിലപ്പോ, എനിക്കറിയില്ല. ഞങ്ങളുടേതായ ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. ആ അപ്പൊ എനിവേ ഞാൻ അതിന്റെ ഒറ്റ അർത്ഥം ഒറ്റ ബാക്കി കാര്യം യൂട്യൂബ് വീഡിയോയിൽ വരുമാനം ഉണ്ടാക്കണവർക്ക് വേറെ ജോലി ഇല്ല എന്നാണ്. ഒറ്റ മിനിറ്റ് അങ്ങനെ കയറി പറയല്ലേ. ഞാൻ പറയുന്നത് നിങ്ങളത് അത് മാത്രം ഇനി ജോലിയാക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി അതും കൂടി ജോലിയാക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു മോശം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്. അത്രേ ഉള്ളൂ ഒരു ഞാനും മിനിറ്റ് പറഞ്ഞത്. പിന്നെ അതിൽ തർക്കത്തിന്റെ വിഷയമല്ലല്ലോ. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ അതിനു വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കണ്ടന്റ് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാക്കുന്നവർ, എനിക്കില്ല. ഒരു മിനിറ്റ്, ആ അതിനു വേണ്ടി എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്നവർ, നിങ്ങൾ അതിനു വേണ്ടി വരുമാനത്തിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്, അല്ലേ? അത് ഞങ്ങൾ സംശയമൊന്നുമില്ല. ബോധ്യപ്പെട്ട കാര്യത്തിന് വേണ്ടി കണ്ടന്റ് ആ ഉണ്ടാക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇനി നിങ്ങൾ ഒരു സീരീസ് തുടങ്ങാനുള്ള സാഹചര്യം പറഞ്ഞു. ഞാൻ ഒരു സീരീസ് തുടങ്ങാനുള്ള സാഹചര്യം നിങ്ങളോട് പറയാം. 1 മിനിറ്റ് 2 മിനിറ്റ് കേൾക്കുമോ? ആയിക്കോട്ടെ, പറ. ഓക്കെ. നിങ്ങൾ ഡയലോഗ് 8മായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചാരണാർത്ഥം നിങ്ങൾ ഒരു വീഡിയോ ലൈവ് കൊടുത്തിരുന്നു, ഒരു ചെറിയ ക്ലിപ്പ്. അബ്ദുള്ള ബസിൽ, ഞാൻ അത് കേൾക്കുന്നു. അത് കേൾക്കുന്നതിന് തൊട്ട് മുൻപാണ് നിങ്ങൾ ഈ വിമർശകരുടെ വർത്തമാനം കേൾക്കുന്നത്. അങ്ങനെ ഒരു സീരീസ് നിങ്ങൾ പോഡ്കാസ്റ്റ്, നിങ്ങൾ ആദ്യത്തെ പോഡ്കാസ്റ്റ്, ഇത് രണ്ടിലും നിങ്ങൾ സമാനമായ ഒരു കാര്യം പറയുന്നു. വിമർശകരുടെ എല്ലാ വിമർശനങ്ങൾക്കും നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞു, എല്ലാം എണ്ണി എണ്ണി പറഞ്ഞു, അതിനോട് ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല, മറുപടി തന്നിട്ടില്ല എന്ന് നിങ്ങൾ കളവ് പറഞ്ഞു. എണ്ണി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ അൺമാസ്കിംഗ് നവതാഴി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തുടങ്ങി. അതായത് മറുപടി കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഡയലോഗിലെ തന്നെ പല വീഡിയോകളും ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരാളാണ്, എനിക്കൊരു പിന്നിൽ വലിയ പ്രസ്ഥാനവും പിന്നെ കുറെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പോലെ മരിച്ചുപോയ പുണ്യം കിട്ടുന്ന പോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പരിമിതികളുണ്ട്. ഒരു വ്യക്തിയാണ്, എന്റെ ഉപജീവനം കഴിഞ്ഞിട്ടുള്ള സമയം എനിക്ക് പറ്റുള്ളൂ. ഒരു 4-4:30 കഴിഞ്ഞിട്ടുള്ള ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ സമയത്ത് ഞാൻ അൺമാസ്കിംഗ് നവതാഴി എന്നൊരു സീരീസ് തുടങ്ങി. ആ സീരീസ് തുടങ്ങിയിട്ട് നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട്, നിങ്ങൾ അന്ന് ഇരുന്ന് ആ ചെയ്ത സീരീസിൽ ഞാൻ ആദ്യം ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത സാധനം സൂറത്തു തൗബയിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു കൃത്രിമാണ്. അത് ഞാൻ അഡ്രസ് ചെയ്തു. അപ്പൊ നിങ്ങൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് വേറൊരു വീഡിയോ ചെയ്തു. സൂറത്തു തൗബയിലെ 5-ാം വചനം യുദ്ധ സന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞത് ബക്കറയിലെ 191 മാറിപ്പോയി, കൺഫ്യൂഷൻ ആയതാണെന്ന് പറഞ്ഞു. അതും കളവായിരുന്നു. അതിനോട് പ്രതികരിച്ച് ഞാൻ വീഡിയോ ചെയ്തു. സൂറത്തു തൗബയിലെ ലംഘിക്കപ്പെട്ട കരാർ ഏതാണ്? ബക്കറയിലെ 191 അവതരിപ്പിക്കുമ്പോഴത്തെ യുദ്ധ സന്ദർഭം ഏതാണ്? നിങ്ങൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറയാം, താങ്കൾ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ പ്രതികരണം ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ പ്രതികരണം ഇല്ല എന്നല്ല, നിങ്ങൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഓക്കെ. അപ്പൊ ഞാൻ പറയണത്, ഈ ഞാൻ എന്തൊക്കെയാണോ പബ്ലിക്കിൽ പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ പേര് വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ അക്കൗണ്ടബിൾ ആണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് ഏത് സമയത്തും. അതിന് പബ്ലിക്കിൽ തന്നെ വേണം, യൂട്യൂബിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ഒരാളെ കുറിച്ച് പറയാണല്ലോ. അപ്പൊ എന്റെ ഉത്തമ ബോധ്യം അബ്ദുള്ള ബാസിൽ മനഃപൂർവ്വം കളവ് പറയുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നുണ എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത്. ഓക്കെ. അപ്പൊ ഈ സാധനത്തിൽ ഇത് ഒരു അബദ്ധം പറ്റിയതല്ല, ഇതെല്ലാവരും പ്രയോഗിക്കാറുള്ള തന്ത്രമാണ് എന്ന് വിത്ത് പ്രൂഫ് ഞാൻ ചെയ്തിട്ട് എത്രയോ ആഴ്ചകളായി. നിങ്ങൾക്ക് മറുപടിയില്ല. അത് കഴിഞ്ഞു. നിങ്ങൾ പറയട്ടെ, ഞാൻ സീരീസ് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ പറഞ്ഞ സ്ത്രീകളുടെ തൊലാഖുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ ഞാൻ വീഡിയോ ചെയ്തു. നിങ്ങൾക്ക് പ്രതികരണം ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് പ്രതികരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മുഴുവൻ കേട്ട് അവസാനം വരെ ഇരുന്നില്ലേ? നിങ്ങളൊന്ന് കേൾക്കൂ. ഇത്ര നേരം 2 മിനിറ്റ് ഞാൻ സംസാരിച്ചില്ലല്ലോ ലിയാഖത്ത്. എന്താണ് ഒരു എന്താ കഥ? നിങ്ങൾ പറയും. 2 മിനിറ്റ് നിങ്ങൾ കേട്ടു. ബാസിലിന് എനിക്ക് പ്രതികരിക്കാനുണ്ടായിട്ട് ഞാൻ കേട്ടു. പറഞ്ഞോളൂ. എന്നാ ഒരു അല്പനേരം മിണ്ടാതിരിക്കണം, ഞാൻ ചെയ്തതുപോലെ. ഓക്കെ ആണല്ലോ? പറയൂ. ഓക്കെ. ഇപ്പൊ താങ്കൾ പറഞ്ഞ വിഷയം, ഇതിലൊക്കെ ഞങ്ങൾക്ക് മറുപടി ഉണ്ട്. അത് ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ലൈവില് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ അതിന്റെ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ്, അതായത് റെക്കോർഡിങ് ചെയ്ത്
ഏകദേശം 2 ആഴ്ചയോളം മുമ്പേ റെക്കോർഡ് ചെയ്തൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഈ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത സാധനം പുറത്തു വിടാനും ഉള്ള ഒരു സമയം, കാരണം എഡിറ്റേഴ്സ് ഇല്ല, ഞങ്ങൾ തന്നെ പിന്നെ ഞങ്ങൾപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടൊരു ഡിലേ ഉണ്ടാവും. മാത്രമല്ല നിങ്ങളെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു 5 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യം നിങ്ങൾ ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് പറയാം. അത് കാണാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇട്ട പല വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടന്നില്ല, ചില കാര്യങ്ങൾ കണ്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ കാണാനുള്ളൊരു സമയം ഉണ്ടാവും, പിന്നെ അത് റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് പുറത്തു വരാനുള്ള സമയം ഉണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ അതിൽ നിന്ന് പ്രത്യേക വരുമാനം നിങ്ങൾ ഈ പറയുന്ന മാതിരി കുറെ വേറെ എന്തെങ്കിലും ഉള്ള കാര്യമല്ല. ഞങ്ങൾ എല്ലാവരുടെയും ജോലിക്ക് ശേഷം ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിന്റെ മറുപടിയൊക്കെ ഓൾറെഡി റെക്കോർഡഡ് ആണ്. അത് പുറത്തു വരാനുള്ള സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കാൻ തൗബ കഴിയട്ടെ. അപ്പോ ഏതായാലും തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ ബാക്കിയുള്ള വിഷയങ്ങളിലാകട്ടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്നുള്ളത് നിങ്ങൾ ഈ അല്ലല്ല അത് പറഞ്ഞുതരാം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക്കലി പറഞ്ഞ നുണകൾ പബ്ലിക്കലി തന്നെ പൊളിച്ചെടുക്കും. ഓക്കെ, അതില് ഇപ്പൊ ലിയാഖത്ത് ചെയ്യേണ്ട കാര്യം വിശദീകരണം തന്നു, നിങ്ങൾ അത് ചെയ്യും വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതിനിടയിൽ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്ത് ഞങ്ങൾ അനുവദിച്ചു തന്നത്. മനസ്സിലായോ? ഇന്ററപ്റ്റ് ചെയ്യുന്നത് ഒരു മിനിറ്റ് അല്ല, ഞാനൊരു വിഷയം, ഒരു സീരീസ് ഓഫ് നുണകൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അതിനിടയിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്താൻ പറഞ്ഞിട്ട് സമയം തന്നു പറഞ്ഞു. നിങ്ങൾ ചെയ്യൂ. ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് പറയണ്ട 1.5 മണിക്കൂർ അത് കണ്ടു തീർക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. ഇത് നിങ്ങൾ ആവർത്തിക്കുകയാണ്. ഒരു മിനിറ്റ് ഞാൻ നിങ്ങളെ വീഡിയോസ് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. കാരണം ഞാൻ പിന്നെ ഇന്നലുള്ള സാധനങ്ങളൊക്കെ ഒരു യാത്ര ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് കണ്ടു തീർക്കാൻ പറ്റിയത്. ഇയർഫോണിലിട്ട് പോയത് കൊണ്ട് മാത്രം. അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്യാൻ നോക്കിയപ്പോ മുഴുവൻ കണ്ട. ഞാൻ പറയട്ടെ ലിയാഖത്തെ പറയട്ടെ. നിങ്ങൾ വേറെ വേറെ വിഷയത്തിലേക്ക് പോകണം. 2.5 മണിക്കൂറുള്ള വീഡിയോ മൊത്തം പോയിന്റ് നോട്ട് ചെയ്തപ്പോ ഏകദേശം 4-5 പോയിന്റുകളാണ് എന്തായാലും കാര്യമായിട്ട് പറഞ്ഞത്. ഇത് ഞങ്ങൾ ഈ വീഡിയോ 4-5 പോയിന്റ് 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട സാധനമാണ് ഇത് പറഞ്ഞു തീർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ വീഡിയോന്റെ ലെങ്ത് കൂടുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഇത് കണ്ടു തീർക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ലേറ്റ് ആകുന്നത്. അപ്പോ അത് ഒരു കാര്യം. രണ്ടാമത്തെ എന്താ വെച്ചാൽ കാര്യമായിട്ട് ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിടിച്ചിട്ട് 1.5 മണിക്കൂർ ഇപ്പൊ എന്താ പറയാ അറ്റാക്ക് സൈന്യവുമായി ഇപ്പൊ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈന്യവുമായി സമീപിക്കുക കണ്ടക്സ്റ്റ് ആയിട്ടുള്ള അർത്ഥമാണ്. ആക്രമിച്ചു തന്നെയാണ് അറ്റാക്കിന്റെ അർത്ഥം. ലിയാഖത്തെ ഫിസിക്കലി അർത്ഥം പറയാൻ എന്തായിരിക്കും കഥ? ഫിസിക്കലി അറ്റാക്ക് നടന്നിട്ടില്ല. ബനു നളീറിനെയാണ് അറ്റാക്ക് ചെയ്തത്. വീട്ടിൽ ഇങ്ങനത്തെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് വെക്കരുത്. അബ്ദുള്ള ബാസലിന്റെ വീട്ടിൽ ഞാൻ കയറി വന്നിട്ട് ഒരു കൂട്ടം ആൾക്കാർ വാളും പരിചയിച്ച് വന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയാനാണ് ലിയാഖത്തിന് കഴിയാം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയാനാണ് ലിയാഖത്തിന് കഴിയുക. ആ അറ്റാക്ക് എന്ന് പറഞ്ഞാല് സൈന്യവുമായി അതാണോ സുഹൃത്തെ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരാൻ അറിയാം. പക്ഷെ നിങ്ങൾ ഏതാണ് യുദ്ധം എന്ന് പറയില്ല, ഏതാണ് കരാർ എന്ന് പറയില്ല. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈന്യവുമായി സമീപിച്ചു. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈന്യവുമായി സമീപിച്ചു. ഇതാണ് 1/2 മണിക്കൂർ. ഇത് കണ്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈന്യവുമായി സമീപിച്ചു. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈന്യവുമായി സമീപിച്ചു കോണ്ടക്സ്റ്റിലായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അർത്ഥം വെച്ചൂടെ? അതെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്ന നിലവാരാണ് ഇപ്പോഴും. അത് ഇതിനാണ് 1/2 മണിക്കൂർ. 2 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ അനുവദിച്ച നിങ്ങൾ, ഞാൻ അങ്ങോട്ട് വിളിച്ച കോളിൽ എനിക്ക് വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറല്ല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറല്ല. ഇനി നിങ്ങൾ കാണിച്ചോണ്ടിരിക്കണം എന്താ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണിക്കുന്നത് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അടർത്തിയെടുക്കുക. അടർത്തിയെടുത്ത് അത് വീണ്ടും വീണ്ടും കേൾപ്പിച്ച് വേറെ എന്തോ കാര്യമായി ചിത്രീകരിക്കുക. നിങ്ങളുടെ സൗണ്ട് കൂട്ടി വെച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇറക്കാം. ചെയ്തോളൂ, ആ വീഡിയോ റെക്കോർഡിംഗ് ചെയ്തോളൂ. കണ്ടന്റ് വീഡിയോ റെക്കോർഡ് അത് ഓഡിയോ റെക്കോർഡ് നമ്മൾ ചെയ്യുന്നു, അതല്ലല്ലോ വിഷയം. ഞാൻ ചോദിച്ചത് അത് നിങ്ങളുടെ നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചു ബഹളം വെക്കുന്ന നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗണ്ട് കൂടിയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ റെക്കോർഡ് ചെയ്തോ? നിങ്ങൾ എന്നെ വിളിച്ചോ?
നിങ്ങൾ എനിക്ക് ഇന്നെ വേണ്ട, വിളിക്കൂ. എനിക്ക് എന്തിനാ റെക്കോർഡ് എന്തേ? ചെയ്യേണ്ട ആവശ്യം? ഞങ്ങൾക്ക് എന്താ? റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല, അപ്പൊ എനിക്ക് കണ്ടന്റ് ഇനി വേണ്ട. നിക്ക്. ഇനി ഞാൻ പറഞ്ഞു തീർത്തത് ഒരു പോയിന്റ് അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കാണ് നിങ്ങൾ ഒരു ഇടപെട്ടത്. മിനിറ്റ്, അപ്പൊ ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് മതി. അല്ലല്ല, ഒറ്റ ഞാൻ ആ കാര്യം പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ എത്ര നേരം ബാസിലെ? ഒരു മിനിറ്റ്. ഈ സംഭവം, അതായത് പിന്നെ ശരിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പദാർത്ഥം പറയുന്നതിൽ ചെറിയൊരു വ്യത്യാസം വന്നു, സൈന്യവുമായി ഇനി സമീപിച്ചു. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത് പദത്തിന്റെ അർത്ഥം പറഞ്ഞതിൽ മാറ്റാനില്ലേ? ഒരു മിനിറ്റ്, ആ പദത്തിന്റെ അർത്ഥം മാറി എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയാം. ഉറുമ്പിന്റെ ഹദീസിൽ എന്താ കാണിച്ചത്? അതിനാണ് അരമണിക്കൂർ. ഈ ഉറുമ്പിന്റെ ഹദീസ് നിങ്ങൾ എന്താ ചെയ്തത്? ഉറുമ്പിന്റെ ഹദീസ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു എന്ന് പറയുന്നത് അതുപോലെ എന്താ ഞാൻ പറഞ്ഞത്? എന്താ നിങ്ങൾ അത് കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഹദീസ് ഞാൻ എന്താ വായിച്ചത്? മൊത്തം ഉറുമ്പുകളെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ കാര്യം ആര് പറഞ്ഞു? അല്ല പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? അത് അള്ളാന്റെ കാരുണ്യാണ് എന്ന് പറഞ്ഞില്ലേ? അള്ളാന്റെ കാരുണ്യായിട്ട് ഇവര് പറയുന്നു എന്നാ പറഞ്ഞത്. അല്ലല്ല, അത് അള്ളാഹുവിന്റെ കാരുണ്യാണ് എന്ന് ഞാനാ പറഞ്ഞത്. ഇവര് ഉറുമ്പുകളെ നശിപ്പിക്കാൻ പറയുന്ന മതം, ഉറുമ്പുകളെ നശിപ്പിക്കാൻ പറയുന്ന മതം. അപ്പൊ ഞാൻ പറയുന്നത് അത് അതിന്റെ ഹെഡിങ് എന്തായിരുന്നു? എന്തായിരുന്നു ചർച്ചയുടെ ഹെഡിങ്? എനിക്ക് ഓർമ്മയില്ല. 2-2.5 കൊല്ലം മുമ്പത്തെയാണ്. നിങ്ങൾ പറഞ്ഞോളൂ. പ്രൊഹിബിഷൻ ഓഫ് കില്ലിംഗ് ആൻസ്. ഹദീസിന്റെ ടൈറ്റിലോ? ഹദീസിന്റെ ടൈറ്റിലിനെ കുറിച്ചല്ലല്ലോ. ഇനി ആരാ പറഞ്ഞ സുഹൃത്തെ അത് ഈ ഉറുമ്പുകളെ കൊല്ലരുതെന്ന് പഠിച്ചു പറഞ്ഞു? പ്രൊഹിബിഷൻ ഓഫ് കില്ലിംഗ് ആൻസ് എടുത്തിട്ട് ഉറുമ്പിനെ കൊല്ലാൻ പറയുന്ന മതം എന്ന് പറയുന്നത് ഒരു പദത്തിന്റെ അർത്ഥം മാറ്റുന്ന പോലെയല്ല. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് അബദ്ധം ഒന്നും പറ്റൂലേ? പിന്നെ ഒരു മിനിറ്റ്, അരമണിക്കൂർ അതൊന്നും അല്ല പറഞ്ഞത്, വെറുതെ ഡയലോഗ് അടിക്കല്ലേ. അബ്ദുൽ അബ്ബാസിൽ എന്ന് ഞാൻ പറയുമ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് ബാസിത്ത്. ഞാൻ പറയട്ടെ, ഒരു ഉണ്ടായ കാര്യം പറയാം. ബാസിത്ത് ഒരു സുഹൃത്തുണ്ട്. നിങ്ങൾ കഥ പറഞ്ഞോളി, നിങ്ങൾക്ക് സമയമുള്ളപ്പോ ചെയ്തോളി, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്റെ കേൾക്കാൻ സമയമില്ല. നിങ്ങൾ പരസ്യ സംവാദത്തിനില്ല. നിങ്ങൾക്ക് ഈ നുണകൾ പരിശോധിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഭാഗം കേൾക്കാൻ സമയമില്ല. നിങ്ങൾക്ക് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്ക് അറിയാം. സംവാദമൊക്കെ നടക്കും. സംവാദം നടക്കാൻ ഞങ്ങൾ ഒരു തീരുമാനമൊക്കെ നിങ്ങൾ പറയും. എങ്ങനെ നമ്മൾ ആരുമായിട്ട് എന്താ ചർച്ച ചെയ്യേണ്ട പറയും. ഇത്ര ദിവസം നിങ്ങൾ പറഞ്ഞ ഉറുമ്പിന്റെ കൂടും ജൗനിന്റെ തോട്ടം ഉൾപ്പെടെ, അതിനു മുൻപ് നിങ്ങൾ നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറക്കിയ സീരീസിലെ വീഡിയോകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് അതിൽ ആരാണ് കളവ് പറഞ്ഞത്, എന്താണ് വസ്തുത, എന്താണ് തെളിവുകൾ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കണ്ടേ? ഇന്നലെ മൊത്തത്തിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ ജൗനിന്റെ തോട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വർഷങ്ങളായി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല പറയട്ടെ, ആ പറഞ്ഞ നുണയ്ക്ക് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ പറയാൻ തയ്യാറാണ്, പക്ഷെ ചോദിച്ചാൽ നിങ്ങൾ പറയില്ല. അതെ ഞാൻ പറയട്ടെ. അപ്പൊ ജൗനിന്റെ തോട്ടം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞെന്താ വെച്ചാല് അത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയമല്ല. ഞാന് പിന്നെ തൗബ 5 പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ എന്താ ഇത്രയും കാലം നിങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് 2.5 മണിക്കൂറാണ് നിങ്ങൾ വീഡിയോ ചെയ്തത്, എന്നിട്ട് ഇപ്പൊ താല്പര്യമില്ലാന്നോ? പറയാം, ഇനി പറയട്ടെ അതിന്റെ മറുപടി. ഓരോരോ പോയിന്റ് ആയിട്ട് പറയാം. 10 സെക്കൻഡ് 15 സെക്കൻഡ് പറയാം. ജൗനിന്റെ തോട്ടം എന്നല്ല, ആയിഷ കല്യാണത്തിന്റെ വിഷയം സംസാരിക്കുമ്പോഴും സൈനബ് വിവാഹം സംസാരിക്കുമ്പോഴും ഞാൻ ആമുഖമായിട്ട് പറയാറുള്ള കാര്യമാണത്. എന്ത്? ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യന്റെ ലൈംഗികത ഇപ്പൊ പരിശോധിക്കുന്നതിൽ കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്? അത് ഇന്നത്തെ മനുഷ്യന്റെ സാമൂഹികമായ ജീവിതത്തിൽ ഇസ്ലാമിക നിയമമായിട്ട് എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു, ഇതാണ് എന്റെ വിഷയം. ഇങ്ങനെ ബഹളം വെച്ച ഇതൊരു മര്യാദയാണോ ഭാഷത്തെ? എന്റെ 1 മിനിറ്റ് സംസാരിക്കാനുള്ള സമയം നിങ്ങൾക്ക് പകുത്ത് തന്നിപ്പോ 10 മിനിറ്റ് പിന്നെയായി. ഓക്കെ, സ്വന്തം സൗണ്ട് കൂട്ടി വെച്ച്. സൗണ്ട് കൂട്ടിയല്ലേ സുഹൃത്തെ? ഞാൻ സംസാരിക്കില്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സൗണ്ട് കൂടുതൽ തോന്നൂലേ? അല്ലല്ല, അതാണ് പറഞ്ഞത്. അങ്ങനെ ഇതെങ്ങനെയാ റെക്കോർഡ്? നമ്മൾ ഫോൺ റെക്കോർഡ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സൗണ്ട് സെപ്പറേറ്റ് കൂട്ടാൻ പറ്റും? എനിക്ക് ടെക്നോളജി അറിയില്ല, അറിയും പറഞ്ഞു. അതാ പറഞ്ഞത്, അതാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ റെക്കോർഡ് ഇട്ടിട്ട്. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളെ സൗണ്ട് നിങ്ങൾ കൂട്ടിയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വിട്ടോ. എനിക്ക് വേണ്ട. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നിന്ന നിപ്പിൽ കളവ് പറയും. ഇപ്പൊ ജൗനിന്റെ തോട്ടത്തിൽ ഒരു മിനിറ്റ് നിങ്ങൾ വളരെ വൃത്തികെട്ട പദപ്രയോഗങ്ങൾ. ആര് വൃത്തികെട്ട പദപ്രയോഗം നടത്തി? ഒരു പെണ്ണിനെ വാങ്ങി വിൽപ്പന നടത്തി, എന്തൊക്കെ വൃത്തികേടുകൾ. നിങ്ങൾ പറഞ്ഞതിനാണ് മറുപടി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞേനെ, അതിന് കേൾക്കാൻ പോലും നിങ്ങൾക്ക് വയ്യ. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പറയും. നിങ്ങൾ വിശ്വാസികളെ കബളിപ്പിക്കും. മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് വേദവാക്യായിരിക്കും. ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യം അത് കഴിയില്ല അബ്ദുള്ള ബസലെ. എത്ര നേരമായി നിങ്ങൾ എന്നെ കബളിപ്പിക്കാൻ തുടങ്ങി? വൃത്തികേടുകൾ പറഞ്ഞോളൂ, പക്ഷെ ആരിഫിനെ പോലെ ആയിരിക്കണം. അത് വൃത്തികേടാണ്, ഞാൻ വൃത്തികേട് പറയുന്നവനാണെന്ന് സമ്മതിച്ചുകൊണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ വൃത്തികേട് പറയൂ. വൃത്തികേടുകൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു വൃത്തികേട് പറയും. മാന്യത സമയത്ത് ഞാനൊരു വൃത്തികേട് പറയൂ. ഞാൻ പറഞ്ഞൊരു വൃത്തികേട് പറയൂ സുഹൃത്തേ. താങ്കൾ പറഞ്ഞത് മൊത്തം വൃത്തികേടാണ്. ഒന്ന് പറയൂ.
വൃത്തികേടുകൾ മാത്രം പറഞ്ഞിട്ട് ഒരെണ്ണം പറയൂ ബാസിൽ ഭായ്, ഒരെണ്ണം. മഹർ കൊടുത്തത് വായിച്ചിട്ട് പിന്നെ 12 പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് മഹർ കൊടുത്തത് കിട്ടിയത്? അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്, എല്ലാം മൊത്തം കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അത് എന്നിട്ട് പെണ്ണിനെ വാങ്ങി കാഴ്ച വെച്ചു. അത് മാത്രല്ല, ഇസ്ലാമിലെ കല്യാണം തന്നെ സ്ത്രീ ശരീരം വാങ്ങുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ട്, ഇതാണ് മാന്യത, ഇതാണ് മാന്യത. അത് തെളിവുണ്ട്, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ് സ്ത്രീയെ പരിഗണിച്ചിട്ടുള്ള. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്റെ മാന്യത അവിടെ അത് വെച്ചിട്ട് ഇങ്ങോട്ട് മാന്യത ഞാൻ ഓരോ സമയത്തും ഹദീസ് വായിക്കേണ്ടി വരുമ്പോ, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കേണ്ടി വരുമ്പോ മുൻകൂറായിട്ട് ഈ കാര്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ്. അല്ലല്ല, ഹദീസിൽ ഇല്ലാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. തബക്കാത്ത് വായിച്ച് പെട്ടതിന് ശേഷം ഇല്ലാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഹദീസിൽ എന്താ ഇല്ലാത്ത? വായിച്ച് പെട്ടതിന് ശേഷം ഇല്ലാത്ത കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ വീഡിയോയിലും ചെയ്യുന്നത് തന്നെ, ഇപ്പൊ ഫോൺ ചെയ്താലും ഇത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിരിക്കാൻ മാത്രമേ പറ്റൂ, ഒരു മിനിറ്റ് പോലും. ഇനി നിങ്ങൾ പറഞ്ഞ നുണകൾ എത്ര എണ്ണം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ തയ്യാറാണ്, നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വിശ്വാസികളെ കബളിപ്പിക്കൂ, അത് തുടരൂ, അത് കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചു, മുഴുവൻ ഞാൻ കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സാഹചര്യം പറഞ്ഞു, അതിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത് പറയാൻ ശ്രമിച്ചു, നിങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഇതൊന്ന് മാത്രം ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളി. അതപ്പോ നിങ്ങൾ സമയമില്ല, മനസ്സിലായോ? ഞാൻ പറയാം. ഇതില് പിന്നെ ഇങ്ങനെ ഒരു സീരീസ് ഞാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. സ്ത്രീകളുടെ കല്യാണം അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ വാദം ശുദ്ധമായ തെറ്റാണ്, അബദ്ധമാണ്. അത് ഞാൻ പറഞ്ഞു, വീഡിയോ ചെയ്തു. മുശ്രിക്കുകളുടെ കാലത്ത് മനുഷ്യന്മാർക്ക് ഇതിനേക്കാൾ സഹിഷ്ണുത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ പരിഹസിച്ചു, വീഡിയോ ചെയ്തു. അതിന് മുർത്തദിനെ കൊല്ലുന്ന ഇസ്ലാമിക നിയമം പണ്ടത്തെ കാലത്തെ, ആ കാലത്തെ മുർത്തദായ മുഹമ്മദിനോട് അവരെന്ത് സമീപനം സ്വീകരിച്ചു, തെളിവ് സഹിതം തന്നു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, നമ്മളെ ഗ്രന്ഥമല്ല. ഓക്കെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇതിനൊന്നും മറുപടിയില്ല. നിങ്ങൾ ഉറുമ്പിൻ കൂട്ടിൽ പോയി. മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ലാന്ന്. അപ്പൊ ഇനി നിങ്ങൾ പറയുന്ന വാദത്തിൽ ഒന്ന്, ഒരു മിനിറ്റ്, ഇനി നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല, ഇത് ഭയങ്കര ലെങ്തി ആണെന്നാണല്ലോ നിങ്ങളെ വാദം. അത് ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ പറയാം. ഈ ഉറുമ്പിന്റെ ഹദീസ് നിങ്ങൾ എടുത്തോണ്ട് ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് താങ്കളുടെ വീഡിയോസ് ഇരുന്ന് കണ്ടു നിൽക്കാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പണികളുണ്ട്. നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ ലൈവ് ചെയ്യണേ? നിങ്ങൾ എത്ര മണിക്കൂർ ലൈവ് ചെയ്യണേ? ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ ലൈവ്. എന്റെ ലൈവ് എത്ര മിനിറ്റാ? നിങ്ങളുടെ ലൈവ് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ. അപ്പൊ ആരാ കൂടുതൽ ലെങ്ത്തിൽ ലൈവ് ചെയ്യണേ? ഇല്ലില്ല, ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു ലൈവിൽ ആരാ കൂടുതൽ ലെങ്ത്തിൽ ലൈവ് ചെയ്യുന്നത്? നിങ്ങളല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഒരു വീഡിയോ 20 മിനിറ്റ് ഉണ്ടാവാറുള്ളത്. അതിലാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുന്ന വീഡിയോ. അതെ, അതാ തന്നെയാണ്. ഞാൻ എന്റെ വീഡിയോകൾ എടുത്ത് നോക്ക്, 18 മിനിറ്റ്, 20 മിനിറ്റ്, 23 മിനിറ്റ് എന്റെ വീഡിയോ. ഒരു നുണ 4 തെളിവുകൾ കാണിക്കാൻ 20 മിനിറ്റ് ഞങ്ങൾ എടുക്കാറുള്ളത്. നിങ്ങൾ ഒരു പദം മാറിയതിന് അരമണിക്കൂർ എടുക്കുക. ഏത് പദം മാറിയതിന് അരമണിക്കൂർ? സൈന്യവുമായി സമീപിച്ചു. എത്ര മണിക്കൂറാണ് വിശദീകരിച്ചത്? അരമണിക്കൂറോളം. ഏതാണ് ആ വീഡിയോ? വെറുതെ ഉടായ്പ പറഞ്ഞ നടക്കുവായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് പദപ്രയോഗം? നിങ്ങൾക്ക് അറ്റാക്ക്, ശരി, നിങ്ങൾ അറ്റാക്ക് എന്ന് വായിച്ചിട്ട് അറ്റാക്ക് എന്ന് വായിച്ചിട്ട് നിങ്ങൾ സമീപിക്കുക എന്ന അർത്ഥം വെച്ചപ്പോ ശരി, സമ്മതിച്ചു, അത് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ബനു ഖുറൈള എന്ന് എഴുതിയതിനെ കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോ, ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനായാലും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അറ്റാക്ക് എന്നെടുത്ത് ഞാൻ അരമണിക്കൂർ പറഞ്ഞു എന്നല്ല നിങ്ങൾ ആരോപണം. ഞാൻ ചോദിക്കുന്നത്, അറ്റാക്ക് എന്ന വാക്ക് എടുത്തിട്ട് നിങ്ങൾ സമീപിച്ചു എന്ന അർത്ഥം വെക്കുന്നതിന് മുൻപ് ആയിക്കോട്ടെ, നിങ്ങൾ ആ പറഞ്ഞതിന് അങ്ങനെ എടുത്താൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ 2 കാര്യങ്ങൾ ചെയ്തതെന്ന് പറയണം. ഒന്ന്, ഒറ്റ മിനിറ്റ്. പിന്നെ അത് അഞ്ചമ്മോ ഞാൻ കേട്ട് ചിരിച്ചുപോയി. എന്ന് വെച്ചാൽ ബനു ഖുറൈൽ എന്നുള്ളത് SH ആണെന്ന് പറഞ്ഞ സാധനം, അത് പിന്നെ സ്വാഭാവികമായിട്ടും ശ്രദ്ധ നിങ്ങൾ ഇത്രയൊക്കെ കുടിലമായി ഈ അറ്റാക്ക്ഡ് എന്ന ഭാഗം നിങ്ങൾ കരാർ ഒപ്പിട്ടു എന്ന് വായിക്കുന്നിടത്ത് എത്തിയപ്പോ ഈ അറ്റാക്ക് എന്ന് പറഞ്ഞ ലൈൻ എങ്ങോട്ടാ വാനിഷായി പോയത്? സൈൻ ഡിറ്റ് എന്ന് വെച്ചാൽ എന്താ? സൈൻ ഡിറ്റ് എന്നുള്ള വാക്ക് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ആ ഹദീസ് ഉപയോഗിച്ചപ്പോ അതിന്റെ മുകളിൽ ഒരു ലൈൻ എങ്ങനെ മിസ്സായി പോയി? ആദ്യം കാണിച്ചു, പിന്നെ മിസ്സായി പോയി. എങ്ങനെ? സൈൻ ഡിറ്റ് എന്ന് വെച്ചാൽ ഒപ്പിട്ടു, ഒപ്പിട്ടു, കരാർ ഒപ്പിട്ട കാര്യമാണ് പറയുന്നത്.
ആ കരാർ ഒപ്പിട്ടു. എന്തായിരുന്നു കരാർ? ഞാൻ നിങ്ങളോട് അപ്പോഴും ചോദിക്കണം, ഇപ്പോഴും ചോദിക്കണം. ഒപ്പിട്ടു നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ ഏതാണ് കരാർ? ആ ഒരു പദം മാറിയത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ല, അപ്പൊ ഇപ്പോഴും നിങ്ങൾ എന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അറ്റാക്ഡ് എന്ന് നിങ്ങൾ വായിച്ചതിന് ശേഷം സമീപിച്ചു എന്ന അർത്ഥം വെച്ചിട്ട് സൈൻ ചെയ്തു എന്ന ഭാഗം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം കാണിച്ച സ്ക്രീൻഷോട്ടിൽ നിന്ന് ഒരു ലൈൻ വാനിഷ് ആയി പോയത് എങ്ങനെ? അല്ലാന്റെ പടച്ചോനെ, വല്ലാത്ത നിങ്ങളുടേതായ നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ എന്താ പറഞ്ഞ ബനു ഖുറൈഷായി, അപ്പൊ അത് അർത്ഥം മാറിപ്പോയി, നിങ്ങൾ ചിരിച്ചു ഇല്ലേ? എന്റെ ലിയാഖത്തെ, നിങ്ങൾ ഇത്രയും കുടിലമായി ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങളെ പിടിക്കുമ്പോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യോ? വിചാരിക്കാത്ത കാര്യോ? ഒരു സ്വപ്നത്തിൽ വിചാരിക്കാതെയാണ് ഒരു ലൈൻ മാത്രമാണ് വാനിഷായി പോകുന്നത്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ സൈൻ ഡിറ്റ് എന്ന് പറഞ്ഞാൽ ആധാരം സൈൻ ചെയ്ത കാര്യമാണോ? ഏത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്താ പിന്നെ വിവാഹമോചന കരാറ് സൈൻ ചെയ്താണോ? ഏതാ കരാറ്? പിന്നെന്ത് സൈൻ ചെയ്തു? ഏത് സൈൻ ചെയ്തു? നിങ്ങളല്ലേ പറയണ്ടേ? ആ ഹദീസിലുണ്ടല്ലോ. എന്താണ്? അവരുമായി ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ട്രീറ്റി? വാളും പിടിച്ചിട്ട് ആള് എന്നിട്ട് പിന്നെ ആക്രമിച്ചിട്ടാണോ പിന്നെ എന്താ പറയാ സൈൻ ചെയ്യുന്ന ട്രീറ്റി? അതിനാണോ ട്രീറ്റി എന്ന് പറയാ? പറയാം. ബനു നൂറൈ പിന്നെ എന്തേലും ബനു നൂറൈദുമായി നളീർ, സോറി രണ്ട് കൂടി പോയതാണ്. ഇനി അത് അരമണിക്കൂർ സെപ്പറേറ്റ് ചെയ്യേണ്ടത് ആൾക്കാർ കേട്ട് മനസ്സിലായിക്കോളൂ. നളീറുമായി ബന്ധപ്പെട്ടപ്പോ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ വെച്ചാല് കുറേശികൾ അവരുമായി ബന്ധപ്പെട്ട് ഇവരെ ആക്രമിക്കണം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ബദർ കഴിഞ്ഞതിന് ശേഷം. ഒറ്റ മിനിറ്റ്. അപ്പൊ നളീറുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈനിക നടപടി അടക്കം വേണ്ടി വരുന്നുണ്ട്. അവർ അറ്റാക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ശത്രുക്കളുടെ ഒരു പക്ഷേ ശത്രുക്കളാവാനുള്ള ഒരു യുദ്ധം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒരു മിനിറ്റ് പറയട്ടെ ജസ്റ്റ് ഒന്ന് പറയട്ടെ ലിയാഖത്തെ. അപ്പോ പിന്നെ സൈന്യവുമായി പോയേണ്ടുന്നതിന്റെ സാഹചര്യമാണ് പറയുന്നത്. നളീറുമായി ബന്ധപ്പെട്ട ആളുടെ അവര് സൈൻ ചെയ്തില്ല, അവരോട് സൈന്യത്തോട് കൂടി തന്നെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് കയ്യും വീശി പോയാൽ അതാ പറഞ്ഞത്. ഖുറൈശികൾ അവരോട് ഈ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ഞങ്ങളുടെ കൂടെ കൂടണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു ബനു നളീർ സൈൻ ചെയ്യാൻ തയ്യാറായില്ല. അതെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അവിടെ കയ്യും വീശി പോയാൽ ചിലപ്പോൾ നബിന്റെ പിന്നെ മൃതശരീരമായിരിക്കും തിരിച്ചു വരിക. അതുകൊണ്ടാണ് സൈന്യം, അതിനെ പ്രതിരോധിക്കാനുള്ള സൈന്യം കൂടിയായിട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് ബനു പിന്നെ ഒരു മിനിറ്റിലാക്കത്തെ. അതേപോലെ തന്നെയാണ് ബനു നളീറിനെ പോലെ തന്നെ മറ്റൊരു ജൂതഗോത്രമാണ് ബനു ഖുറൈദ്. അപ്പൊ അവിടെയും ചിലപ്പോ ഒരു പക്ഷേ പിന്നെ ഇങ്ങോട്ടുള്ള ആക്രമണം പ്രതീക്ഷിക്കാം. അതിനാണ് സൈന്യവുമായിട്ട് പോകുന്നത്. അപ്പൊ ആ പോകുന്നതിനെ നമുക്ക് പദത്തിൽ അറ്റാക്ക് എന്നുണ്ടെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. സൈന്യവുമായി പോകുന്നതിനെ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കണ്ടക്സ്റ്റിലായിട്ട് സൈന്യവുമായി അവിടെ പോയി, പക്ഷെ ആ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടന്നിട്ടില്ല. അത് പറയുമ്പോൾ ഒരു പദം മാറി എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഒരു കോമൺ സെൻസിന്റെ ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞു എന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പദം മാറുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ഞാനതിനെ കുറ്റം പറയുന്നില്ല. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അവിടെ ഫിസിക്കലി അറ്റാക്ക് നടന്നിട്ടില്ല. അവിടെ പോയിട്ട് സൈൻ ചെയ്യാണ് ചെയ്തത്. എന്താണ് സൈൻ ചെയ്തത്? അതെ, അതാണ് ഞാനും പറയുന്നത്. ട്രീറ്റിയാണ് സൈൻ ചെയ്തത്. കരാറ് സൈൻ ചെയ്തു എന്നുള്ളതാണ്. പ്രൈമറി സോഴ്സ് ആണ് തബരി എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പേ ഷുക്കൂറിക്ക് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണ് കരാറ്? അതെ, കരാർ സൈൻ ചെയ്തു എന്നുള്ളതിന് തെളിവാണ് നിങ്ങൾ ചോദിച്ചത്. സൈൻ ചെയ്തു എന്നുള്ളതിന് തെളിവ് സൈൻ ചെയ്തു എന്നാണോ? ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഒരു കരാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ മതി നിങ്ങളോട്? അതാണോ തെളിവ്? രണ്ടാളും പറയണം. പിണറായിയും പറയണം, ലിയാഖത്തും പറയണം. അതുപോലെ ബനു ഖുറൈദും പറഞ്ഞിട്ടുണ്ട്, നബിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് കരാറിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പറയണത്? ഇപ്പൊ ഈ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാക്കിയ കരാറാണോ ഇപ്പൊ നിലവിലുള്ള കരാറ്? സൈന്യവുമായി പോയതിനല്ലേ? അതിനുശേഷമാണ് ഇവരുമായിട്ട് കരാർ ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഹലോ, അതിനുശേഷല്ലേ ഇവരുമായിട്ട് കരാർ ഉണ്ടായത്? ആ സൈന്യവുമായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് സന്ദർശനം നടത്തിയിട്ട്? അതിനു മുമ്പേ ആ ഹദീസ്
ഒന്ന് ആദ്യം മുതൽ വായിച്ചാൽ മതി. ഇനി അതിന്റെ ഇടയിൽ നിങ്ങൾ വിട്ടുപോകുന്ന ഭാഗം നിങ്ങൾ മനഃപൂർവ്വമാണോ അല്ലേന്ന് എനിക്കറിയില്ല. ബനു നളീറിന് മക്കാരുടെ കത്ത് കിട്ടി. ഒരു മിനിറ്റ്, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ ഈ ഒറ്റ കാര്യം പറച്ചിൽ മാത്രമേ ഉള്ളൂ, എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കില്ല. ഓക്കെ, ഞാൻ ഒന്ന് ഓഫീസിൽ പോകാൻ സമയം, നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടിട്ടുള്ള സാധനമായിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, അല്ല നിങ്ങൾ മുമ്പത്തും കൂടി പറയും. ബനു നളീർ കരാറ്, ബനു നളീറിന് കത്ത് കിട്ടിയപ്പോ അവരെന്താ ചെയ്തത്? ആ ഹദീസിൽ തന്നെ ഉണ്ട്. എന്താ ചെയ്ത് നിങ്ങൾ പറയും. ബനു നളീറിന്